നമസ്കാരം. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതിവേഗ വിചാരണയും കഠിന ശിക്ഷയും ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവും പാർലമെന്റിൽ സഭാ നടപടികളും തടസ്സപ്പെടുന്നതിനിടയിലാണ് വ്യാഴാഴ്ച രാവിലെ എക്സിലൂടെ പ്രധാനമന്ത്രി നിർണായക പ്രഖ്യാപനം നടത്തിയത്. യുവാക്കളുടെ ക്ഷേമത്തിനും ഭാവിക്കും അപ്പുറം മറ്റൊന്നുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. ഇതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നേരത്തെ NDA യോഗത്തിലും ചോദ്യപേപ്പർ ചോർച്ച വലിയ പാപമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. രാജ്യത്തെ യുവാക്കളുടെ ഭാവി ഏറ്റവും കൂടുതൽ തകർത്തത് പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും കൈയടക്കാനും താങ്കൾ അനുവാദം നൽകി. ഇതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണ്. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, വിദ്യാർത്ഥികളോട് മാപ്പു പറയുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 150-ലധികം ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒന്നിൽ പോലും ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും CJPയും പ്രതിഷേധം ശക്തമാക്കിയതോടെ രാജ്യ തലസ്ഥാനത്തും പാർലമെന്റിലും രാഷ്ട്രീയ പോര് രൂക്ഷമായി തുടരുകയാണ്. ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രംഗത്ത് വന്നു. ഉച്ചഭക്ഷണ സമയത്തിനുള്ളിൽ മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് ഇടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. മെട്രോ സ്റ്റേഷനുകൾ അടച്ചതോടെ അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും കൃത്യസമയത്ത് കോടതിയിലെത്താൻ സാധിച്ചില്ല. വാലിഡ് എൻട്രി പാസുകൾ ഉള്ളവരെയും കോടതി ജീവനക്കാരെയും ആവശ്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം സുപ്രീം കോടതി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാൻ അനുവദിക്കണമെന്ന് വികാസ് സിംഗ് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പരിശോധനകൾക്കായി മെട്രോ എക്സിറ്റ് പോയിന്റുകൾ ഉപയോഗിക്കാമെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. ഇതിനോട് പ്രതികരിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടാമെന്ന് അറിയിച്ചത്. ഉച്ചഭക്ഷണ സമയത്തിനുള്ളിൽ മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് ഇടപെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മെട്രോ അധികൃതരുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ സുപ്രീം കോടതി ഭരണവിഭാഗത്തോട് ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.